അസ്സലാമു അലൈക്കും. SR ഖലീജി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെമ്മീൻ ഫ്രൈ ആയിട്ടാണ്. ആ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ സാധനങ്ങളാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. റെഡിയാണല്ലോ? യാ നോക്കൂ, ഞാനിവിടെ 2 കിലോ ചെമ്മീൻ എടുത്ത്, മീഡിയം ചെമ്മീനാണ്. 2 കിലോ ചെമ്മീൻ എടുത്ത് വൃത്തിയാക്കി ക്ലീനാക്കി ഇതാണ്ട് ഇതേമാതിരി ഫുള്ളാക്കി എടുത്താണ്. ഇതിൻ്റെ ഈ ഭാഗം ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കച്ചറ എല്ലാം എടുത്ത് കളഞ്ഞ ചെമ്മീനാണിത്. അതിന് ആവശ്യമായ മസാലകളൊന്ന് ഫ്രൈ ആക്കാനാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പാപ്രിക്ക ക്രഷ് ചെയ്തത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒനിയൻ പൗഡറും ഗാർലിക് പൗഡറും കൂടെ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ ജിഞ്ചർ പൗഡർ എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഒരു 2 ടീസ്പൂൺ ലെമൺ ജ്യൂസാണ്, നാരങ്ങയുടെ ജ്യൂസാണ്. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി റെസ്റ്റ് ചെയ്യാൻ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇതാ നാരങ്ങ ജ്യൂസ് ഒരല്പം, ഒരു അരമുറി നാരങ്ങയുടെ ജ്യൂസ് മാത്രം ഒഴിച്ചാൽ മതി. അത്രയ്ക്കുള്ള ആവശ്യമുള്ളൂ നമുക്ക്. ഇതാ നോക്കാം, ഇതാ മിക്സാക്കി നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇത് എന്തെന്ന് വെച്ചാൽ മുട്ടയിലും മൈദയും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഇത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി ദാണ്ട അതിനാവശ്യമായ സാധനമാണ്. ഞാൻ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. ആ മൈദ ഈ മസാല ആക്കി വെച്ച ചെമ്മീനിൽ കൂടി കുറച്ചങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാ നിങ്ങൾ നോക്കിയോളൂ, ഇതേമാതിരി നിങ്ങൾ ചെയ്യണം. ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുത്ത് ഇതേമാതിരി ഒന്ന് ഇളക്കിയെടുക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് എന്നിട്ട് വേണം മൈദ ഇട്ട് നല്ലതുപോലെ ഇതൊന്ന് പുരട്ടിയതിന് ശേഷം മാത്രമേ മുട്ടയിലോട്ട് ഇത് നമുക്ക് മുക്കി ബ്രെഡ് ക്രംസിലോട്ട് പുരട്ടിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ മൈദ ചെമ്മീനിലോട്ടിട്ട് ഒന്ന് ഇതേമാതിരി ഒന്ന് പുരട്ടിയെടുക്കണം. നമ്മളത് എടുത്തു. പിന്നെ ഇത് അടുത്തത് ഞാൻ മുട്ടയാണ്. 4 മുട്ട എടുത്തിട്ടുണ്ട്. 4 മുട്ടയും ഒരല്പം ഉപ്പും കുരുമുളകും കൂടെ ഇട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുത്ത മുട്ടയാണ്. പിന്നെ അടുത്ത ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ എപ്പോഴും പറയും പോലെ തന്നെയാണ് ബ്രെഡ് ക്രംസ്. ചൈനീസിൻ്റെ ബ്രെഡ് ക്രംസാണ്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും. ബ്രെഡ് ക്രംസ് നോക്ക്, ഇതാണ് അതിൻ്റെ പാക്കറ്റ്. നിങ്ങൾ ചൈനീസ് ബ്രെഡ് ക്രംസ് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അത് ഞാൻ ഈ ട്രേയിലോട്ട് ഇട്ടതാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണേന്നൊന്ന് നോക്കാം, മുക്കിയെടുക്കണേന്നൊന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ ഈ മുട്ടയിലോട്ട് ചെമ്മീൻ മൈദയിട്ട് പുരട്ടി വെച്ച ചെമ്മീൻ മുട്ടയിലോട്ടൊന്ന് ഇടണം. മുട്ടയിലിട്ടിട്ട് നല്ലൊരു ഒന്ന് പുരട്ടിയതിന് ശേഷം മുട്ട പുരട്ടിയതിന് ശേഷം ഈ ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് ഇതേമാതിരി എല്ലാം നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കണം. നോക്കൂ, ഇതേമാതിരി ചെമ്മീൻ ചില സമയങ്ങളിൽ പല രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഏതൊക്കെ സൈസിലാണ് നിങ്ങൾ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ ചോയ്സാണ്. നിങ്ങൾ അതേപോലെ ചെയ്യണം. ഞാനെന്താ ഇപ്പം ഫുള്ളായിട്ടാണ് ചെമ്മീൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാമല്ലോ. അടുത്തത് ഒന്നും കൂടി കാണിച്ചു തരാം. നോക്കൂ, നോക്കൂ, ഇതേമാതിരി മുട്ടയിൽ ടിപ്പ് ചെയ്തിട്ട് ഈ ബ്രെഡ് ക്രംസിലോട്ട് എല്ലാം നമുക്ക് ഇതേമാതിരി പുരട്ടിയെടുക്കാം. നോക്കൂ, ഇപ്പം നിങ്ങൾ കണ്ട ഇതേമാതിരി എല്ലാം നമുക്ക് പുരട്ടിയെടുത്തതിന് ശേഷം ഫ്രൈ ആക്കി എടുക്കാം. നോക്കൂ, എല്ലാം ഞാൻ ഇതേമാതിരി മസാല പുരട്ടി മസാലയെല്ലാം ബ്രെഡ് ക്രംസ് പുരട്ടി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ആക്കി എടുക്കാം. ചെമ്മീനെല്ലാം നമ്മൾ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കി എടുത്താലോ? വരും, നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഞാനൊരു ചട്ടി ഫ്രൈ പാനിലോട്ട് എണ്ണ വെച്ചു. എണ്ണ ചൂടായി കിടക്കുകയാണ്. നല്ലതായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ചൂടാക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നോക്കൂ, എണ്ണയിലോട്ടിടാം. നോക്കി, എണ്ണയിലോട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. എണ്ണ കുറച്ചും കൂടി ഒന്ന് ചൂടായിക്കോട്ടെ, നല്ല ചൂടായിട്ടില്ല. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ചെമ്മീൻ. എല്ലാ ചെമ്മീനും നല്ലപോലെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഒരു അരിപ്പയിലോട്ട് കോരി മാറ്റാം. നോക്കൂ, എല്ലാം നല്ല
ബ്രൗൺ കളറിൽ ഇതേമാതിരി നമുക്കെല്ലാം പൊരിച്ചെടുത്ത് എല്ലാം തയ്യാറായിട്ടുണ്ട്. ഇതാ നോക്കൂ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ കാസറോളിനകത്ത് ഞാനൊരു ഡിസൈൻ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ടൊന്ന് നമുക്കൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. ഇതാ നോക്കൂ, ഇതാ വാവ്, നമ്മളെ മക്കൾക്കൊക്കെ സൂപ്പറാണ് വൈറ്റ് റൈസ് ഉണ്ടാക്കിയിട്ട്. നമ്മളാ കുട്ടികൾക്കൊക്കെ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതാ 2 കഷ്ണം നാരങ്ങയും കൂടെ നമുക്കിവിടെ വെച്ച് കൊടുക്കാം. ഒരു ഡിസൈനായിട്ട് എന്ത് മീനുണ്ടാക്കിയാലും 2 കഷ്ണം നാരങ്ങ ഡിസൈൻ ചെയ്ത് വെച്ച് കൊടുക്കണം. കണ്ടല്ലോ സഹോദരങ്ങളെ, നിങ്ങൾ നോക്കി